ഹലോ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്ന പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമ്മൾ കിച്ചണിലെ ഈ സെറാമിക് പോട്ട്സിലൊക്കെ എന്താ സ്റ്റോർ ചെയ്യൽ എന്നുള്ളത്. അപ്പോൾ അവരത് ചോദിക്കാൻ കാരണം നമ്മുടെ സെറാമിക് പോട്ട്സ് ഒന്നും ടൈറ്റ് ലിഡിലല്ല വരുന്നത്. അതൊരു ടൈറ്റ് കണ്ടെയ്നറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിലൊക്കെ എന്തായിരിക്കും സ്റ്റോർ ചെയ്യുക എന്നുള്ളൊരു ഡൗട്ടിലാണ് അവരത് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനത് എന്തൊക്കെയാണ് ഞാൻ ഈ ഒരു സെറാമിക് പോട്ട്സിലും ബോട്ടിൽസിലൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ളതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചെറിയ ജാറിൽ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുള്ളത് റോക്ക് സാൾട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും, റോക്ക് സാൾട്ട് നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു സാൾട്ടാണ്. അപ്പോൾ ഈ ഒരു ജാറിൽ ഞാനതാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സാധാരണ പൊടിയുപ്പ് ഞാൻ ഈ ഒരു ജാറിലും കൂടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉപ്പ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് നല്ലത് സെറാമിക് ജാർസോ ഗ്ലാസ് ജാർസൊക്കെയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ജാർസിലൊന്നും നിങ്ങളത് സ്റ്റോർ ചെയ്യാണ്ടിരിക്കുക. ഇനി നമ്മൾ ഈ ഒരു ടൈപ്പ് ജാറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് പുളിയാണ്. ഒന്നിൽ ഞാൻ കുടംപുളിയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, മറ്റേ സെയിം പോട്ടിൽ ഞാൻ വാളംപുളിയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് പുളി കാര്യങ്ങളാണ് ഈ ഒരു ജാറിലൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഈ ഒരു ടൈപ്പ് ജാറാണ്. ഇതിൽ ഞാൻ നേരത്തെ സ്റ്റോർ ചെയ്തിട്ടുള്ളത് നെയ്യായിരുന്നു. ഞാൻ നാടൻ നെയ്യ് വാങ്ങിച്ചപ്പോൾ അത് ഇതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാനതിൽ കായാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഇതിൽ ഞാൻ മുളകാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ താളിക്കാനൊക്കെ ആവശ്യത്തിനുള്ള മുളക് ഞാൻ ഇതിലാണ് എടുത്തേക്കൽ. അപ്പോൾ ഈ ഒരു ജാറിലും മുളകും കായും കൂടിയിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഈ ഒരു സെറാമിക് ബോട്ടിലാണ്. അപ്പോൾ ഇത് രണ്ടിലും ഞാൻ യൂസ് ചെയ്യുന്നത് വിനെഗറാണ്. അപ്പോൾ വിനെഗർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ് സെറാമിക് ബോട്ടിൽസ്. സെറാമിക്കിലോ ഗ്ലാസ് ജാർസിലോ ആണ് നമ്മൾ വിനെഗർ സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിന് നല്ലൊരു ഹാൻഡിലൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെറാമിക് ജാർസിലും ബോട്ടിൽസിലൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഷുഗറും കാര്യങ്ങളൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ, അതുപോലെ നെയ്യ് ഇതൊക്കെ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ക്ലോത്തൊക്കെ വെച്ചിട്ട് പിന്നെ ലിഡ് വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് അച്ചാർ, ഉപ്പിലിട്ടത് ഇതൊക്കെ ഈ സെറാമിക് ജാറിലൊക്കെ സ്റ്റോർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് കേടുകൂടാണ്ട് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിലെങ്ങനെ ക്ലോത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാമെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെയാണ് ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ലിഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന നെയ്യ് കാര്യങ്ങളൊക്കെ സേഫായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ സെറാമിക് പോട്ടിൽ സ്റ്റോർ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്